ഹായ്, ഞാൻ സെയ്സി ജെ. നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, നമുക്ക് ചുറ്റുവട്ടങ്ങളിൽ ധാരാളം ബിസിനസ് സ്ഥാപനങ്ങളുണ്ടാവും. ചെറുതും വലുതുമായ പലതരത്തിലുള്ള ബിസിനസ്സുകളുണ്ടാവും. നാനോ മൈക്രോ ബിസിനസ്സുകളുണ്ട്, സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകളുണ്ട്, ലാർജ് ഫേംസ് ഉണ്ട്, MNCകളുണ്ട്, പലതരത്തിലുള്ള ബിസിനസ്സുകളുണ്ടാവും. ഈ ബിസിനസ്സുകളൊക്കെ ശരിക്കും മാർക്കറ്റിൽ വന്നിരിക്കുന്നത് പ്രോഫിറ്റ് നേടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ എല്ലാ ബിസിനസ്സുകളിലും പ്രോഫിറ്റ് ആകണമെന്നില്ല. ചിലപ്പോൾ ചില ബിസിനസ്സിൽ ലോസും ആവാം. അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ് ഒരു മാർക്കറ്റിൽ വരുമ്പോൾ, അത് ഏത് തരത്തിലുള്ള ബിസിനസ് ആയിക്കോട്ടെ, ഈ ബിസിനസ് ശരിക്കും മാർക്കറ്റിൽ വരുമ്പോൾ അവർക്ക് ബിസിനസ് വന്നാൽ പെട്ടെന്ന് തന്നെ അവർക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ ഒരു ബിസിനസ്സിൽ പ്രോഫിറ്റ് വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പീരീഡിൻ്റെ ഗ്യാപ്പിൽ എന്തായിരിക്കും ആ ബിസിനസ്സിൽ ഉണ്ടാവുക? അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ശരിക്കും കമ്പ്യൂട്ട് ചെയ്യുക? ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ആ ബിസിനസ്സിൽ ധാരാളം ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം പർച്ചേസ്, ധാരാളം സെയിൽസ്, ഒരുപാട് എക്സ്പെൻസുകൾ, ഒരുപാട് ഇൻകം, ഇങ്ങനെ പല തരത്തിലുള്ള ട്രാൻസാക്ഷൻ ആ ബിസിനസ്സിൽ ഉണ്ടാവും. ഈ ട്രാൻസാക്ഷൻസിൻ്റെ അവസാന റിസൾട്ടാണ് ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില ബിസിനസ്സിൽ എന്തുമാവാം, ലോസുമാവാം. അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഒരു ബിസിനസ്സിലുള്ള ട്രാൻസാക്ഷൻസിനെ സിസ്റ്റമാറ്റിക് രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അക്കൗണ്ടിങ് എന്ന് പറയുക. ഒരു ബിസിനസ്സിലെ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇന്ന് യൂണിവേഴ്സലായിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയും. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് വെരി സിമ്പിൾ. ഏതൊരു ട്രാൻസാക്ഷൻ നമ്മൾ എടുത്തു നോക്കിയാലും ആ ട്രാൻസാക്ഷനിൽ നമുക്ക് രണ്ട് വശങ്ങളെ കാണാൻ പറ്റും. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഒരു 2 lakh rupees മെഷീനറി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷനാണ്. 2 ലക്ഷം രൂപയുടെ മെഷീനറി ഒരു കമ്പനി വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ രണ്ട് വശമുണ്ട്. ഒരു വശം ബിസിനസ്സിലേക്ക് വരുന്നു, വേറെ വശം ബിസിനസ്സിൽ നിന്ന് പോകുന്നു. മെഷീനറി എന്ന് പറഞ്ഞ ഒരു വശം ബിസിനസ്സിലേക്ക് വരുന്നു, പകരം ഈക്വലൻ്റ് ആയിട്ട് 2 lakh rupees ബിസിനസ്സിൽ നിന്ന് പോകുന്നു. നമ്മുടെ കമ്പനിയിൽ നിന്ന് 1 lakh rupees ഗുഡ്സ് സെയിൽ ചെയ്യുകയാണ്, അവിടെയും രണ്ട് വശങ്ങളുണ്ടാവും. 1 lakh rupees ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ 1 lakh rupees നമ്മളെ ബിസിനസ്സിലേക്ക് ക്യാഷായിട്ട് വരുന്നു, ഈക്വലൻ്റ് ആയിട്ട് നമ്മളെ ബിസിനസ്സിൽ നിന്ന് ഗുഡ്സ് പോകുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ ഏതൊരു ട്രാൻസാക്ഷൻ നമ്മൾ എടുത്തു നോക്കിയാലും ആ ട്രാൻസാക്ഷനിൽ നമുക്ക് രണ്ട് വശങ്ങളെ കാണാം. ഒരു വശം ബിസിനസ്സിലേക്ക് വരുന്നതും വേറൊരു വശം ബിസിനസ്സിൽ നിന്ന് പോകുന്നതും. ഈ രണ്ട് വശങ്ങളെയും ഒരേ സമയം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ അക്കൗണ്ട്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തെയാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയാം. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെ നമുക്ക് പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിലെ ഒന്നാമത്തെ സ്പ്ലിറ്റാണ് ജേണൽ ലെഡ്ജർ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയും. ഇതിനെ വിളിക്കുന്ന വേറൊരു പേര് അക്കാഡമിക് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയും. അക്കാഡമിക് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ജേണൽ ലെഡ്ജർ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചാൽ +1, +2, BCom, BBA, MCom, MBA തുടങ്ങിയ അക്കാഡമിക് തലങ്ങളിൽ നമ്മൾ പഠിക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റമാണ് ജേണൽ ലെഡ്ജർ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ സ്പ്ലിറ്റാണ് ജേണൽ ലെഡ്ജർ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഈ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത ഇതിന് പ്രധാനമായിട്ടും 3 ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ ലിമിറ്റേഷൻ ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് സമയം പിടിക്കുന്ന സിസ്റ്റമാണ്. രണ്ടാമത്തെ ലിമിറ്റേഷൻ ലെങ്തി പ്രോസസ്സാണ്, ഒരുപാട് നീണ്ട വർക്കാണ്. അതുകൊണ്ടാണ് BCom, BBA, MCom, MBA കഴിഞ്ഞ ഒരാൾക്ക് നേരിട്ടൊരു കമ്പനിയിൽ ജോലി കിട്ടാത്തത്. കാരണം ഈ സിസ്റ്റം ഓഫ് അക്കൗണ്ട്സിൽ നമ്മളൊരു കമ്പനിയുടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറയപ്പെട്ട ലിമിറ്റേഷൻ ഈ സിസ്റ്റത്തിൻ്റെ പിറകിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു വലിയ റിയാലിറ്റി ഉണ്ട്. ഈ റിയാലിറ്റി അറിയുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഈ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് പരിഹരിക്കാൻ വേണ്ടി അക്കൗണ്ട്സ് മേഖലയിലുള്ള എക്സ്പേർട്സ് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പുതിയ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് ആക്ച്വലി ഡേ ബുക്കിൽ എഴുതിയ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയും. ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ഇതൊരു പ്രാക്ടിക്കൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. ഇത് സിമ്പിൾ ആൻഡ് ഈസി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. ഫോളോഡ് ബൈ മെനി പ്രൊഫഷണൽസ് ഇൻ ദ വേൾഡ്. ലോകത്തിൻ്റെ പല ദിക്കുകളിൽ ധാരാളം പ്രൊഫഷണൽസ് ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ്. എന്നാൽ മാത്രമല്ല for 50% ഓഫ് വർക്ക് ക്യാൻ ബി റെഡ്യൂസ്ഡ് എന്നാണ്. ജേണൽ ലെഡ്ജർ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വർക്ക് പകുതിയായിട്ട് റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ സ്പ്ലിറ്റാണ് ഡേ ബുക്ക് ലെഡ്ജർ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഈ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ശരിക്കും അറിയുന്ന ഒരാൾക്ക് അക്കൗണ്ട്സ് വളരെ സിമ്പിളാണ്, അക്കൗണ്ട്സിനോട് ഭയങ്കര ക്രേസ് ആയിരിക്കും, അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ നല്ല കോൺഫിഡൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിന് മൂന്നാമത്തെ ഒരു സ്പ്ലിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കമ്പനിയിൽ അക്കൗണ്ട്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ SAP പോലത്തെ, ഒറാക്കിൾ പോലത്തെ, ടാലി പ്രൈം പോലത്തെ, സോഹോ ബുക്സ് പോലത്തെ, ക്വിക്ക് ബുക്സ് പോലത്തെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ട്, ചില കമ്പനികൾ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ആയിരിക്കും,
എന്തോ ആയിക്കോട്ടെ, ഒരു ബിസിനസ് അവരുടെ കമ്പനിയിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ട്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയാം. ഏകദേശം ഇന്ന് 95% ആൻഡ് എബോവ് ബിസിനസ്സുകളും അവരുടെ അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിലാണ്. ഈ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. +1-ലും +2-ലും BCom-ലും BBA-ലും MCom-ലും പഠിച്ച ജേണൽ എഴുതർ സിസ്റ്റം ഓഫ് അക്കൗണ്ടിൻ്റെ ബേസിൽ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ സ്പ്ലിറ്റായ ഡേ ബുക്കിൽ എഴുതർ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിലും നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യാം. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോടുകൂടി മിസ്റ്റേക്ക് ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് പ്രാക്ടിക്കൽ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ്സിൻ്റെ വർക്ക് റിയലൈസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡേ ബുക്ക് സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ് ശരിക്കും പഠിച്ച് അതിനെ നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവന്ന് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അക്കൗണ്ട്സ് അത്രയ്ക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിലൂടെ മാത്രമേ ഡേ ബുക്കിൽ എഴുതർ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്പ്ലിറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒന്നാമത്തെ രീതി, നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണലിൻ്റെ കീഴിൽ 2, 3, 4 വർഷം എക്സ്പീരിയൻസ് എടുത്ത് നമ്മൾ ഈ സിസ്റ്റം പഠിക്കണം. രണ്ടാമത്തെ വഴി, ഈ സിസ്റ്റത്തിൽ ട്രെയിനിങ് കൊടുക്കുന്ന എക്സ്ക്ലൂസീവ് ട്രെയിനിങ് എടുക്കണം. ഈ രണ്ട് വഴിയിൽ ഏതെങ്കിലും ഒരു വഴി നിങ്ങൾ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡേ ബുക്ക് സിസ്റ്റം ഓഫ് അക്കൗണ്ട്സിൽ നല്ല എക്സ്പേർട്ട് ആവാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് 2025, 26, 27 കാലഘട്ടം വരുമ്പോൾ അക്കൗണ്ട്സിൽ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അല്ല വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന പോയിന്റ്, ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സ്പ്ലിറ്റാണ് AI ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഇൻ്റഗ്രേറ്റ് ആവും. അതുകൊണ്ട് അങ്ങനൊരു സിസ്റ്റം കൂടി മാർക്കറ്റിൽ വരാൻ പോവുകയാണ്, ബിസിനസ് ലോകത്ത് വരാൻ പോവുകയാണ്. AI ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ് ബിസിനസ് വേൾഡിൽ വരുമ്പോൾ ആ സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ് പഠിച്ച ഒരാൾക്ക് മാത്രമേ അക്കൗണ്ട്സിൽ നല്ല പോലെ ഇനി ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന 4 സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ് ആർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവരാണ് ശരിക്കും അക്കൗണ്ട്സിൽ എക്സ്പേർട്ടായിട്ട് നാളെ വർക്ക് ചെയ്യാൻ പോകുന്നത്.